ടിവിയിലെ 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അതുകൊണ്ടാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KV കളിക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കിയ സെർവറാടാ. എന്താ പ്രശ്നം നിനക്കൊക്കെ? എന്താ പ്രശ്നം നിനക്കൊക്കെ? നിനക്കൊക്കെ അത്രയ്ക്ക് ഗതിയോടെ വേറെ സെർവർ ഇപ്പൊ കളിക്കടാ. പ്രതിമയിലുള്ള അണ്ണം വന്നു കഴിഞ്ഞാൽ എന്റെ കരിയർ എന്തായി പോകുന്നു. എന്റെ പ്രതിമയിലുള്ള അണ്ണ ഒളിവിലായിട്ടോ. എന്തായാലും ദാമബിബി വരില്ല. അതെന്തോ ഈകളെന്തോ വള്ളടിച്ച് പറഞ്ഞായിരിക്കും. രണ്ടെണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കും ഡെയിലി. അല്ല എന്ത് ദാമബിബി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമബിബി എന്താ പീസൊക്കെ വിറ്റെന്ന് പറയാ. വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. അന്നേരം ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂ നിന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. അപ്പൊ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പല ആൾക്കാരുടെയും പല രീതിയിലും ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഞാനത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് ഉടഞ്ഞു വീഴും. അത് ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയണത് പോലെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടത് പറയിക്കരുത്. അത് പക്ഷെ ഉടനെ പറയേണ്ട ഗതികേട് വരും. നീയൊക്കെ ഇനി വെളിയിൽ നിന്ന് പറയുമായിരിക്കും സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ടടാ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KV കളിക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കിയ സെർവറാടാ. എന്താ പ്രശ്നം നിനക്കൊക്കെ? എന്താ പ്രശ്നം നിനക്കൊക്കെ? നിനക്കൊക്കെ അത്രയ്ക്ക് ഗതിയോടെ വേറെ സെർവർ ഇപ്പൊ കളിക്കടാ. പോയി കളിക്കും. നിന്നൊന്നും കേട്ടുന്നില്ല. എന്ത് ചെയ്യും നീയൊക്കെ? നിനക്കൊന്നും ഒന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്ന് ലൈവിലിരുന്ന് 2 വാക്ക് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനേ ഉള്ളൂ. പോയി 10 ദിവസം കഴിയുമ്പോൾ തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന എല്ലാ അവന്മാരുടെയും പേരിന് മുമ്പുണ്ടായിരുന്ന അക്ഷരങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. അത് മാറാത്ത ഒരുത്തന്നെ ഞാൻ. മനസ്സിലായ? അത് ഇങ്ങനെ കൊണ്ട് നിർത്താറിയാമെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. നീയൊക്കെ അവിടെ പോയി അവന്മാരുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വന്ന് കരയണ്ട. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഈ പണ്ട് തൊട്ടേ ഞാനിപ്പോ എക്സാമ്പിൾ പറയാടാ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയാൽ മതി. പണ്ടത്തെ പ്ലേയേഴ്സിനെ എടുത്തോ. പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും ഒക്കെ എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്തോ. അവരുടെ എല്ലാം ടാഗിൽ ഈ പറയണത് പോലെ അവരുടെ ഓരോ നെയിം ഉണ്ടാവും, അതുണ്ടാവും. അതല്ല ആ സമയത്തും ഒപ്പോണന്റ് TV ചെയ്യുക, ഈ സമയത്തും ഒപ്പോണന്റ് TV ചെയ്യുക. പക്ഷെ ആ ഗ്യാങ്ങുകളിൽ നിന്ന് മനസ്സിലായി. ഈ ഒപ്പോണന്റ് ആയിട്ട് നിന്ന ഗ്യാങ്ങുകൾ ഇന്നില്ല. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായ? അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. അതിൽ കൂടുതലൊന്നും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. നിന്നെ കൊണ്ടൊന്നും അതൊക്കെ പബ്ലിക് വെല്ലുവിളിയാ. ഞാൻ എന്താ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ. അത് നീയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ പറ്റില്ല. എടാ നേരെ വന്ന് 2 ഗ്യാങ് വാർ അടിച്ച് ജയിച്ചിട്ട് മറ്റേ വീഡിയോ ഇടുന്നതല്ല നീ പറയണ സാധനം. നിങ്ങളൊക്കെ പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇത്രയും നാള് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ അവർക്കൊരു കരിയറും ഇതുമെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കൊണ്ടുവന്നതാണ് ഞാൻ പറയണ കാര്യം. അല്ലാതെ നിന്റെയൊക്കെ പോലെ നീ മറ്റേ വാർ ഉണ്ടാക്കിയിട്ട് സിനിമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജയിച്ചു. KV 2 വട്ടം തല്ലിയപ്പോഴത്തേക്കിന് KV ഒക്കെ മുകളിലായെന്നാണ് അവരുടെ വിചാരം. എവിടെടാ നീയൊക്കെ? ആരൊക്കെ പോയാലും പോയില്ലെങ്കിലും അവർ ആ ഗ്യാങ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പേരാണ് ഈ ആഴ്ചത്തെ. ഒരു വാർ ജയിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ പറ്റി. അല്ല അത് അങ്ങനെ ആയി ഇപ്പം. അതിന്റെ കൂടെ കൂട്ടുപിടിക്കാൻ മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേർ കഴിഞ്ഞ ആഴ്ച ഒരുത്തിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഈ ആഴ്ച അടുത്ത ആളെ അച്ഛാന്ന് വിളിക്കുന്നത്. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ബായി എന്ന് വിളിച്ചവനെ ഇന്ന് പോയി ഉണ്ണെന്ന് വിളിക്കുന്നത്. സത്യം കാണുന്ന കാര്യമാണ് ഇപ്പം. എടാ ഞാൻ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയ ഗ്യാങ് പോലും ഒന്നില്ല. മനസ്സിലായോ? ഞാൻ അതിലും അവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൽ കൂടുതലും നിന്നെ ഒന്നും കൊച്ചു പിള്ളേരെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരും മറ്റേ ഞാൻ പറയാം, എന്റെ ഇൻബോക്സിൽ കാണണേ ഗൈസ്. എന്റെ ഇൻബോക്സിൽ മറ്റേ ഇങ്ങനെ മൂക്കിനകത്ത് ഇങ്ങനെ കൈയിട്ടത്, മുഖം കാണത്തില്ല, ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് മേലോട്ട് ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഇങ്ങനെ വെക്കുന്നത് എല്ലാം ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത പിന്നെ ഇതായി പോകട്ടാ. ഇങ്ങനത്തെമാരൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇവന്മാരെ വന്നിട്ട് പറയുള്ളൂ നിനക്ക് ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതാ കാണണേ. കാണുമ്പോ തന്നെ ചിരി വരും. ഞാൻ ഇന്നലെ അസൻസിയുടെ കാര്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പം ഐ നീഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എടുത്തു നോക്കിയപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചി ഇറക്കൻ
അവൻ ഏതോ ബൈക്കിന്റെ മണ്ടേ കയറാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ബൈക്കിനോട് ചേർത്ത് വെച്ചിരിക്കുക. അവന് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടത് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ പറയണത് പോലെ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് ഒരു പയ്യൻ വന്നിട്ട് ഞാനേ ഈ ഈഗിളിന്റെ DME പോയിട്ട് ഞാൻ നല്ല വിളിക്കാൻ പോവാ. അവന്റെ ലൈവ് കാണുമ്പോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരും, ഇവനെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സ്ക്രീൻഷോട്ട്, ഞാൻ ചുമ്മാ അന്നേരം ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോ 2 വട്ടം വിളിച്ചപ്പം ഇവൻ കട്ടാക്കിയപ്പം ഇവൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുവാ, പ്രൂഫ് കാണിക്കാനോ? കാണിക്കാം. പിന്നെന്താ ഈ പ്രൂഫ് എന്ന് ചോദിക്കുന്ന ആരാന്ന് അറിയാലോ നിങ്ങക്ക്. ബാങ്ക് ബാലൻസ് തൊട്ട് മറ്റേ വീട്ടിലെ എല്ലാ നിന്റെയൊക്കെ മെസ്സേജ് കണ്ടറിയാം നീയൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ബാങ്ക് ബാലൻസ് കാണിക്കണം, വീട്ടിൽ ഇത് മേടിച്ച ഷഡ്ഡി അലക്കിയിട്ടുണ്ടോ, ഷഡ്ഡി അലക്കുന്നത് കാണിക്കണം. അങ്ങനത്തെ അവന്മാരാണ് നീ, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അവന്മാരാണ് നിന്നെയൊക്കെ ഇത് ഞാൻ വോയിസ് കേൾപ്പിച്ചു തരാം. ഇവൻ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. അവന്റെ എനിക്ക് കോളുണ്ട്. ഞാൻ 2 വട്ടം വിളിച്ചിട്ടും എടുത്തില്ല ഏട്ടാ. ഉണ്ണി അഭിജിത്തോ? ഇതല്ലല്ലോ. റൊണാൾഡോയുടെ ഒരു DP ആയിട്ടിരിക്കുന്നത്, അങ്ങേരുടെ പേരൂടെ കളയാനായിട്ട്. സോറി, ഞാൻ ചെയ്യില്ല. ഇവന്റെ ഓഡിയോ കേൾക്കണോ നിങ്ങക്ക്? എന്തായാലും ദാമു ബേബി വരില്ല. അതെന്തോ ഈകളെന്തോ വെള്ളടിച്ച് പറഞ്ഞായിരിക്കും. 2 എണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കില്ലേ. അല്ല എന്ത് ദാമു ബേബി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമു ബേബി എന്താ പീശൊക്കെ വിറ്റെന്ന്. എന്തായാലും ദാമു ബേബി വരില്ല, ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞതാണെന്ന്. എടാ ഇവന്മാരുടെ പിള്ളേര് പോലും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് ദാമു PP വരില്ല എന്ന്. മനസ്സിലായ? ദാമു PP വരില്ല, ഇവരെ അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാമു വരത്തില്ല. എടാ ദാമുവിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദാമു ഈ പറഞ്ഞ പോലെ ദാമുവാണ് ഇവന്മാരെല്ലാം വലിച്ചിറക്കിയതും ഇതാക്കിയതും എല്ലാം. അത് മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താണ് ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേൻ? അത് വെള്ളം എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളു കുറച്ച് പിന്നെ. ഇവിടെ സ്നൈപ്പ്, ബോബ്, ആഷ്, വേറെ ആരെല്ലോ? ഇതാരും കെവിനാ? എടേ നീ ജീവനോടുണ്ടോ? നീ ഞാനിങ്ങനെ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇല്ല എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. അന്നേരം ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലൈമർ ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതായത് ഇവർ ഈ ലൈവ് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് മോനെ ഇതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവൻ കംപ്ലീറ്റ്ലി പറഞ്ഞത് തെറ്റാ, ദാമു എന്ന് പറയുന്ന ഒരാളെ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതെ അത് തന്നെ ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. അത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ ഇത് വന്ന് പറഞ്ഞു കൊടുക്കും. ഈ പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടല്ലോടാ, ഈ പിള്ളേർ ഇത് കേട്ടിട്ട് ഇവർ ഭയങ്കര കൊച്ചു പിള്ളേരാ. അതായത് എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ എൻ്റെ അകത്ത് കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ഉള്ളതിൽ മജോറിറ്റി അല്ല അവർ, മൈനോറിറ്റിയാണ് അവർ. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബിൻ്റെ ഇതിലും അതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാ, ഇതാക്കിയിട്ടുള്ളതാ. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം ഇതിന് കൂടുതലും പിള്ളേരായതുകൊണ്ട് ഈ പിള്ളേര്
ഇത് കേട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് നേരെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറയണത് പോലെ ഇവന്മാരുടെ മൈൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് തള്ളക്ക് വിളിക്കണം, തന്തയ്ക്ക് വിളിക്കണം, എൻ്റെ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ ഇടണം. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നേരെ വന്നിട്ട് BP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് പറയാൻ പറ്റും? ഇത് കുറെ നാളായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് വന്നോണ്ടിരിക്കുക, മനസ്സിലായേ? അപ്പൊ കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നീയൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും ഞാൻ ഇത് കഴിഞ്ഞവട്ടം പറയണ കാര്യമാണ്. ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുമ്പം ഈ കോൺട്രവേഴ്സി ലൈവ് ഇടുന്നവന്മാർക്കൊക്കെ ഈ പറയണ പോലെ നല്ല റവന്യൂ എനിക്കും കിട്ടും, അവനും കിട്ടും, അവരും കിട്ടും, മനസ്സിലായേ? പക്ഷെ ഇതിനു വേണ്ടി സമയം പാഴാക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ ഗെയിമിന്റെ കാര്യം അതൊക്കെ സിറ്റിക്കകത്ത് ഞങ്ങൾ അടിച്ചോ തല്ലിയോ തീർത്തോളാം. ഇതിന്റെ പുറകിൽ എടാ എനിക്ക് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഈ കൊച്ചു ഫുണ്ടകളുടെ മെസ്സേജ് വരുന്നേ. നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേടാ, നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ, രാവിലെ എണ്ണീക്കണ്ടേ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഓക്കെ, കൂടുതൽ ഞാൻ പറയാം. ഇരുന്ന് കിളത്തിയാകെ ഇരുന്ന് മറ്റേ വലിയ ഇതാക്കാൻ പറഞ്ഞ. പിന്നെ ഒരു കാര്യം ഇവിടെ ഇവിടെ ഇനി ഗ്യാങ് ആയിട്ടില്ല. ഓക്കെ, ഗ്യാങ് ആയിട്ടില്ല, അതുകൂടെ പറയുവാണ്. ഗ്യാങ് ആയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഗ്യാങ് ആയാൽ ഞങ്ങൾ തല്ലാൻ വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, അല്ലേ സേബേ? 6-7 മാസമായിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിരിക്കുകയാണ്. അവനെ ഗ്യാങ് ആവുന്നതിന്റെ അന്ന് TV-യില് 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അത് ഞാനായിരിക്കും ഒഫീഷ്യലി ചെയ്യാൻ പോണേ, ഉറപ്പാണ്. കോൺഫിഡൻസോടെ ഞാൻ പറയും, ഞാനായിരിക്കും അത് ചെയ്യാൻ പോണത്. ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടേ പോത്തുള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ നമ്മൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ് ഇനാഗുറേഷൻ ചെയ്യാൻ പോണത്, മനസ്സിലായോ? അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ വന്ന ഒരുത്തിനെ പിടിച്ച് കോലീഡർ ആക്കേണ്ടി വരും. അതായത് ഗതികെട്ട് കോലീഡർ ആക്കിപ്പിക്കേണ്ടി വരും. അതിലും നാണക്കേടുണ്ടാവും ഒരു ഗ്യാങ്ങിന് നാണക്കേടുണ്ടാവും അതിലും വലിയ. അതായത് കുറച്ച് പ്ലേയേഴ്സിനെ ഗ്യാങ്ങിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരുത്തിനെ കളി നിർത്തിപ്പോയി ഒരുത്തിനെ തിരിച്ചുകൊണ്ട് കോലീഡർ ആക്കും. ആലോചിക്കാൻ പോലും പോയല്ലോ ആ ഗ്യാങ്ങിന്റെ ലെഗസി. അതിലും വലിയ നാണക്കേടില്ലല്ലേടാ, അതിലും വലിയ നാണക്കേടുണ്ടാവാൻ പോണില്ല. അപ്പം നമ്മളൊരു 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അവനെ ഹോസ്റ്റലൊക്കെ. കാരണം സിറ്റി കയറില്ല, അവൻ ഇനി മറ്റേ ടർഫിന്റെ വാർച്ചാറ്റി മാത്രം കൊണയിട്ടിട്ട് പോകും. അപ്പൊ അവനെ നമ്മൾ പൊക്കും, അവനെ നമ്മൾ സിറ്റിക്കകത്ത് ഈ പറയണ പോലെ, ഇത് വെളിയിലത്തെ കാര്യം പോലെ ഉണ്ടോ, സിറ്റിക്കകത്ത് നമ്മൾ ഇതാക്കും, ഹോസ്റ്റേജ് എടുക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം ഇതെവിടെ വരെ പോകുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇനി ഈ അമ്പി എന്ന് പറയണ ഒരുത്തിനെ ഞാൻ വിശ്വസിക്കുകയില്ല. ജീവിതത്തിൽ ഇനി കരഞ്ഞു പറഞ്ഞാലും കാല് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു സംശയമില്ല ഇതില്. நீ நம்புன்னு சொல்லிட்டு ஆல் த பெஸ்ட் எல்லாம் அனுப்பிச்சிட்டா நானு. കോച്ച് ഞാൻ വരെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഞാൻ എല്ലാം ഇതാക്കിയിട്ട് പോയതല്ലേ കോച്ച്. എന്നിട്ട് പർച്ചേസിങ് പർച്ചേസ് എവിടെ തൊട്ട് തുടങ്ങിയ പർച്ചേസാ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80 പേരെ പർച്ചേസ് ചെയ്ത്. ഈ 80 പേര് ഇല്ല ഇപ്പൊ. 80 പേര് പല 2 സൈഡായിട്ട് 2 ഗ്യാങ് ആയി. തള്ളക്കിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ അമ്പിക്കുട്ടന്മാരെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇതായിരുന്നു TV-യുടെ സൈഡ്. TV ഇവിടെ ദുഃഖാചരണം ആചരിക്കുവാണെന്നൊക്കെ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അസൻസിയോ പോയതുകൊണ്ട് ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കറുത്തോടി കെട്ടി ഞാൻ മറ്റേ മിണ്ടാതിരിക്കുക കരഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടായിരുന്നു. തെറ്റിദ്ധാരണയാണ്. ആൻഡ് ടിവിയില് ഒരു ഈ പറയണത് പോലത്തെ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയണത് പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. അത് ഞാൻ എൻ്റെ അടുത്ത ലൈവിലെ ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്, അല്ലേ ഡ്രീമറെ? ഞാൻ ഡ്രീമറാണ് എൻ്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം. സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. ഞാനപ്പോ എനിക്ക് വീട്ടിൽ പോയി ഇപ്പൊ എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല.
എടാ വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം, എനിക്ക് വയ്യ. ഇതാക്കത്തില്ലളിയാ. എടാ ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണ ഞാൻ. തീർത്തോളാടാ പിന്നെ കാര്യം പറയാം. എടാ ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 പീപ്പിൾസ് കിക്ക് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ? എടാ കാണുന്നില്ലടാ ഇതിനകത്ത്.